I'm very happy. ഓഡിയൻസിലൂടെ കണ്ടു പ്രീമിയർ കണ്ടപ്പോൾ കൂടുതലും നെർവസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഐ വാസ് വെരി ടെൻസ്. ബട്ട് നൗ കുറച്ചുകൂടെ കാമറായിട്ട് എല്ലാ ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ ഐ എം വെരി ഹാപ്പി. ആൻഡ് ഹോപ്പ്ഫുള്ളി ലൈക്ക് നല്ല റെസ്പോൺസാണ് നമുക്ക് തന്നത്. സോ ഐ എം ഹോപ്പിംഗ് ഓഡിയൻസ് എല്ലാവരും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും. വളരെ ഹാപ്പി. അവർ ഈ പുതിയൊരു എക്സ്പെരിമെന്റൽ സ്റ്റഫാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മേക്കിംഗ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലായി ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. നോർമൽ മൂവി മേക്കിങ്ങിനേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മുടെ അപ്രോച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവർക്കതൊരു ലൈക്ക് ഒരു ത്രില്ലിംഗ് ഫാക്ടർ ആയിരുന്നു. ഹൗ ഡിഡ് യു ഗൈസ് പെർഫോം, ഇതെങ്ങനെയായി ഓരോ സീൻ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത് ഓൾ കൺഫ്യൂസ്ഡ്. എങ്ങനെ ചെയ്ത് കുറേ പേര് ചോദിച്ചിരുന്നു പ്രീമിയറിന്റെ സമയത്ത്, നിങ്ങളാണോ ഹാൻഡിൽ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതൊക്കെ. മോർ ദാൻ ബ്ലെസ്ഡ്. മഞ്ജുശ്രീയോട് ഇത്രയും വലിയ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത്, തട്ടു അങ്ങനത്തെ വലിയ വലിയ സീൻസ് ആണ് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര വെരി വെരി റിയലി റിയലി ബ്ലെസ്ഡ്. യെസ്, ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ പക്ഷേ പ്രിപ്പയർ സമയത്ത് കണ്ടപ്പോൾ വി ഡിഡ് ഷെയർ. നമ്മൾ കഴിഞ്ഞതും നമ്മൾ 3 പേര്, നമ്മൾ ആക്ടീവ് 3 പേര് ഇങ്ങനെ ഓൾ സോ ഹാപ്പി ലൈക്ക് ചൈൽഡ് ലൈക്ക് ഒരു ഇന്നസെൻസ് നമുക്ക് എല്ലാവരും സോ എക്സൈറ്റഡ്. ആൾക്കാർ എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ഹൗ ദേ ഗോയിങ് ടു ആക്സെപ്റ്റ് ദ മൂവി, ഇങ്ങനെയൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. ബട്ട് യാ, ടുഡേ ഐ പ്രിഫർ. ഇത് ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു സേ 18+ മൂവിയാണ്. ആൻഡ് കൺസിഡറിങ് that fact, please do come. And if theatrical watch തന്നെയാണ്, ഇതൊരു ചെറിയ സ്ക്രീനിൽ കാണാൻ പറ്റിയ മൂവിയല്ല. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ട് എന്നുള്ളത്. സോ പ്ലീസ് ഡു കം, തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാം. നമുക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടു പെർഫോം. അപ്പം നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസും ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തിരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന വീട്ടിൽ. സോ പ്ലീസ് ഡു കം വാച്ച് തിയേറ്റേഴ്സ്. അടിപൊളിയായിരുന്നു. ഓഡിയൻസിനോട് കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ പ്രീമിയറിന് പോയപ്പോൾ കൂടുതലും നമ്മൾ വിളിച്ച ഗസ്റ്റും ക്രൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നാണ് ആക്ച്വലി പബ്ലിക്കിനോട് കാണാൻ പറ്റിയത്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ഫൗണ്ട് ഫുട്ടേജ് സിനിമയിലൂടെ എന്ന് പറയുന്നത് മലയാളികൾക്ക് അധികം പരിചയമുള്ള ഒരു ജോണറല്ല. വളരെ കുറച്ച് സിനിമകൾ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതും അല്ലെങ്കിൽ ഒരു വലിയ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞതും ആ ഒരു പ്രത്യേക ജോണറിൽ ചെയ്യാൻ പറ്റിയൊരു സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു എസ്പെഷ്യലി സൈജുവേട്ടൻ ഒരു ബ്രില്യൻ ഫിലിം മേക്കറാണ്. പുള്ളിയുടെ ഒരു ഡെബ്യൂ ആയിട്ട് ഇത് ചൂസ് ചെയ്തതിൽ ഭയങ്കര ഒരു ബ്രേവ് മൂവ് തന്നെയാണ്. അപ്പോൾ അത് ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു പ്ലോട്ട് ഹെവി ഫിലിം അല്ല, ഭയങ്കര കഥയല്ല ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഉള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അമ്മാതിരി വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ആൾക്കാർ. അപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും സീനിയറായ മികച്ച ആളുകളുടെ ഒപ്പമാണ് ഇങ്ങനത്തെ ഒരു സിനിമ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവർക്ക് രണ്ടുപേരും ഈ സിനിമയുടെ ഭാഗമായതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര ഭാഗ്യം തന്നെ. കാരണം ഇതിൻ്റെ കഥ ആദ്യം കേൾക്കുമ്പോൾ മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നില്ല. കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ പ്രോജക്റ്റ് ആയി വന്ന് മഞ്ജു ചേച്ചിക്ക് ഓൺലൈൻ പടത്തിന് ഭാഗമാവുന്നത്. പിന്നെ വെരി റീസെൻ്റ്ലിയാണ് അനുരാഗ് സാറും ഇതിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ ഐ തിങ്ക് അദ്ദേഹം വന്നതിന് ശേഷം പടത്തിന് വേറൊരു ലെവലിലേക്ക് അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് അതിൻ്റെ ഒരു ഹൈപ്പും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളി പടം കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒബ്വിയസ്ലി ദാറ്റ്സ് എ ബിഗ്, ഞങ്ങൾക്കൊരു ക്രെഡിറ്റാണ്. അപ്പോൾ ഉടനെ തന്നെ ഹിന്ദിയിലും വേറെ ഭാഷകളിലും ഒക്കെ അവരിറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് ഈ പടത്തിനെ കൊണ്ടുപോകാൻ പറ്റിയത് സോണി ബിക്കോസ് കശ്യപ് സർ വന്നുകൊണ്ട് മാത്രമാണ്. സോ ഐ വെരി പ്രൗഡ്, വെരി ഹാപ്പി. കണ്ടിട്ടില്ല, കണ്ണം. ഈ പ്രേക്ഷകരുടെ കൂടെയുള്ള ലൈവ് പ്രതികരണങ്ങൾ ആളുകളൊക്കെ വ്യത്യസ്തമായ സിനിമ ഈ ജോണർ ഇതൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താ അവരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ? ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് മൊമെന്റ് ലാസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റിൽ ആരും തിയേറ്ററിൽ എനിക്കാണ്ട് അവിടെ ഇരുന്ന ഒരു സ്റ്റക്കായിട്ടിരുന്ന ആ ഒരു മൊമെന്റിലാണ് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നിയത്. കാരണം ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ സിനിമയിൽ കുറച്ച് ചിൽ പോയിന്റ്സ് ഉണ്ട്, അതായത് ആളുകൾക്ക് ഷോക്ക് കൊടുക്കുന്ന ആ ഷോക്ക് വാല്യൂ ഉണ്ടാക്കുന്ന പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫിലിമൊക്കെ കൂടെ ഉണ്ടല്ലോ ഉള്ളിൽ, അപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ആളുകൾ അങ്ങനെ തന്നെയാണോ റിയാക്ട് ചെയ്യുന്നത്? ഉറപ്പായിട്ടും. ഐ തിങ്ക് എവരിവൺ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇതിൽ പ്ലോട്ട് ഹൈപ്പ് നല്ലായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ഫിലിമിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ട് വന്നേക്കാണ്. അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്ത്. കാരണം സിനിമ കഴിഞ്ഞപ്പോഴും ആളുകൾ കുറെ നേരം അവിടെ ഇരുന്നു പോയി, നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു. വളരെ സന്തോഷം. എല്ലാവരും കണ്ടിട്ട് എഴുതിയും അല്ലാതെയൊക്കെ അറിയിക്കൂ, എനിക്കത് പറയാനുള്ളത്. പടം കണ്ടായിരുന്നു, എല്ലാവരും കാണും, തിയേറ്ററിൽ തന്നെ കാണും. ഇത് സിനിമകൾ സ്വീകരിക്കുന്ന നാട്ടിൽ തന്നെയാണ്. അപ്പം എന്തായാലും ഇഷ്ടമാണെന്നുള്ള എനിക്ക് ഉറപ്പാണ്. സിംഗിൾ ഷോട്ടിലൊക്കെ ഉള്ള ഇത്ര ലെങ്തി ആയിട്ടുള്ള ഇന്റിമേറ്റ് രംഗങ്ങൾ മലയാളി അതെങ്ങനെ സ്വീകരിക്കും? മലയാളിക്ക് ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ സമീപിക്കുമ്പോൾ. ഭയം ഉണ്ടായിരുന്നു അതിനെങ്ങനെ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നതിൽ? ഇല്ല,
പുതിയ സിനിമ അത് അത്ര ഞാൻ ആലോചിച്ചുള്ളൂ. പ്രത്യേകം വന്നാൽ ആളുകൾ എടുക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്. ഈ മഞ്ജു വാര്യറിനെ ഇങ്ങനൊരു വേഷത്തിലേക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അവർ ഇത് എടുക്കും, ഇതിൽ വ്യത്യസ്തത മനസ്സിലാക്കും, അത് എപ്പോഴാണ് തോന്നിയത്? അത് നമ്മൾ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തിരുന്നു. ചേച്ചിക്ക് അത് ഈ ഒരു പരിപാടി ചേച്ചിക്ക് പുതുതായിട്ട് തന്നെ ഫീൽ ചെയ്തത്. അപ്പൊ തന്നെ ചേച്ചി നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയാനുള്ളൂ. ഈ സിനിമ എന്താ പറയാ, കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്ക് പറ്റിയതാണ് എന്നുള്ള വിധത്തിലാണല്ലോ ഇതിനെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഈ ഫാമിലി ഓഡിയൻസ് മാറി നിൽക്കുമ്പോ അങ്ങനെ ആകുലതകളുണ്ടോ? ഇല്ല, ഇപ്പൊ ഇന്നത്തെ കാലത്ത് നെറ്റ്ഫ്ലിക്സിലൊക്കെ എല്ലാവരും കാണുന്നു. പക്ഷെ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് 18+ ആണ് സിനിമ അങ്ങനെ പ്രൊമോട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ഷോക്കാർക്കും വേണ്ടല്ലോ. അല്ലെങ്കിൽ ജോണർ കൊണ്ടുവന്നതിൽ ആശംസ. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണും. എനിക്ക് തോന്നിയില്ല. ഐ ഫെൽറ്റ് ദിസ് ഇസ് ഒരു ഡിഫറെന്റ് മേക്കിംഗ് സ്റ്റൈൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അഭിനയിച്ച ഗായത്രി, വിശാഖ് ഒക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മഞ്ജു ചേച്ചിയാണ്. പുള്ളിക്കാരത്തിന് വേറൊരു റോൾ, വേറൊരു ക്യാരക്ടർ, വേറൊരു മഞ്ജു ചേച്ചി. കൂടുതലൊന്നും പറയുന്നില്ല, വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളി മൂവിയാണ്. അതുകൊണ്ട് എനിക്കൊരു മോളിവുഡ്, ഒരു മലയാളം മൂവി കാണുന്ന ഒരു ഫീൽ അല്ലായിരുന്നു. എനിക്കൊരു ഭയങ്കര ഒരു വൈബായിരുന്നു. ഓബിയസ്ലി, ഡെഫിനറ്റ്ലി. ചേച്ചിന്റെ ഒരു ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. പുള്ളിക്കാരത്തിന് ഈ ഒരു ക്യാരക്ടറിൽ കാണാൻ പറ്റിയത് റിയലി നൈസ്. അത് വേറെ തന്നെ ജോണറാണല്ലോ, വേറെ തന്നെ മഞ്ജു ചേച്ചിയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കാണുക. താങ്ക് യു. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പം പെർഫോമൻസസ് ആണെങ്കിലും പിന്നെ സിനിമാറ്റോഗ്രഫി, മൂവിലെ എല്ലാം ടെക്നിക്കലി ബ്രില്യൻറ്റ് ഫിലിമാണ്. അപ്പം എല്ലാം തിയേറ്ററിൽ വന്നാലേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. പിന്നെ മഞ്ജു ചേച്ചിനെ ഇതുവരെ കാണാത്ത രീതിയിലാണ് ഈ സിനിമയിലുള്ളത്. അപ്പം പെർഫോമൻസ് ആണെങ്കിലും വിശാഖിൻ്റെ ആയാലും ഇതുവരെ വന്ന സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. താങ്ക് യു. പടം അടിപൊളിയായിരുന്നു. ഫൗണ്ട് ഫൂട്ടേജ് എക്സ്പീരിയൻസ് മലയാളികൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂവി ആയിട്ടൊന്നും തോന്നില്ല. നമ്മൾ അവിടെയൊക്കെ തന്നെ ജീവിക്കുമായിരുന്നു കുറച്ച് നേരം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ഇതുവരെ നമ്മളാരും മലയാളത്തിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അടിപൊളി വേറൊരു ലെവലാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു ഇതൊന്നും. പിന്നെ ക്യാമറ ഒക്കെ അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ, പറയേണ്ട കാര്യമൊന്നുമല്ല. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു നോക്കണം, അല്ലാതെ നമുക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നല്ല രസം നന്നായിരുന്നു. സാധാരണ പറഞ്ഞാൽ വ്യത്യസ്തമായ പടം. ഇതുപോലത്തെ ഒരു പടം ഇനി ഇറങ്ങുമെന്നറിയില്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ സൂപ്പറായിട്ടുണ്ട്. മഞ്ജു വാര്യരും എല്ലാവരും, അങ്ങനെ ഒരാളെ മാത്രം ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും അതിനകത്ത് ഉള്ളവരെല്ലാവരും ഡിഫറെന്റ് ജോണറാണ്. Yeah, it was really amazing. Manju Varyar's side, like I think it's a different character whatsoever from her side so far, and they both have also done a really good job. ഉണ്ട് അത് ശരിക്കും ഉണ്ട്. And especially like when the interval starts, നമ്മളിപ്പോ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ബിൽഡ് ശരിക്കും ഉണ്ട് സെക്കൻഡ് പാർട്ട് ആവുമ്പോൾ. സിനിമ 18 അഡൾട്ട്സ് മാത്രം കാണേണ്ട ഒരു സിനിമ എന്നുള്ള കാര്യമാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ വിഷയം. I would say, I mean, ഒരു കുറച്ച് പ്രായമൊക്കെ ഉള്ള പിള്ളേർക്ക് വന്ന് കാണാവുന്നതാണ്. But the small kids, of course, it will be better to avoid, I think. Yeah, because it's an adult film, I would say. ടെക്നിക്കലി ഗംഭീരമാണ്. Yeah, it is. ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. Yeah, of course, yeah. Cinematography is good.